ശ്രീ പി ജയദേവ്, പെട്ടെന്ന് പൊട്ടിമുളച്ച് വല്ലാതെ വളർന്ന് പെട്ടെന്ന് അവസാനിക്കുന്നതിൻ്റെ തുടക്കമോ ആം ആദ്മി പാർട്ടിക്ക്? ഒരിക്കലും ഇത് പെട്ടെന്ന് അവസാനത്തിന്റെ തുടക്കം എന്നുള്ള വിലയിരുത്തലിന്റെ ഒരു ആവശ്യം തന്നെ ഇവിടെയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആദർശങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. 2013 ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പറഞ്ഞ സൗജന്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമിത്ഷാ പിന്നീട് 2025 വരുമ്പോൾ കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ അവയൊക്കെ തന്നെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞാനതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ എന്താണോ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ കാര്യങ്ങളാണ് ഇന്ത്യയിൽ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ വേണ്ടത് ഡൽഹിയിൽ BJP കാര്യങ്ങൾ നടപ്പിലാക്കി. നിങ്ങൾ പറഞ്ഞത് BJP അവരിലേക്ക് എടുക്കുന്നു, ശരിയായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ തുടങ്ങിയത് അഴിമതിക്കെതിരെയാണ്. എന്നിട്ടിപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചു? അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 1003 വോട്ടുകൾക്ക് പിന്നിലാണ്. അതിഷി ഇതുവരെയും മുന്നിൽ ഒരു തവണ പോലും മുന്നിൽ വന്നിട്ടില്ല. ഇതിലേക്ക് വരികയാണെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന നിയമസഭയിലെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. 40,000-ൽ പരം വോട്ടുകളാണ് അവിടെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലോടുകൂടി ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ അഴിമതി കഥകൾ കെട്ടുകഥകളാണെന്ന് സുപ്രീം കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. എങ്കിലും ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കൊണ്ട് കുറച്ച് വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ചില സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഇനി ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് അറിയാനുള്ളത്, ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ BJP നടപ്പിലാക്കുമ്പോൾ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ BJP തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ ഡൽഹിക്ക് പുറത്തേക്ക് BJP നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വിജയം. അത് കൂടാതെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 70 സീറ്റും നേടി തിരികെ പി ജയദേവ്, വലിയ വിജയമാണ് ആദ്യ 2 വട്ടം ആം ആദ്മി നേടിയത്. 67 പിന്നീട് 62 എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നിങ്ങൾ 24-ലേക്ക് ഒതുങ്ങുന്നുവെന്ന സൂചനകളാണ് തെരഞ്ഞെടുപ്പ് ഫലം ലീഡ് നില നൽകുന്നത്. തോറ്റുവല്ലോ. മദ്യനയ അഴിമതി എന്നത് അവിടെ ഉറക്കെ കേട്ട ഒന്നാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിലായി. തൻ്റെ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കടിച്ചു തൂങ്ങിക്കിടന്ന അരവിന്ദ് കെജ്രിവാളിന് ഒടുവിൽ മാറേണ്ടി വന്നു. അതിർഷി വരുന്നു. 7-8 MLA-മാർ രാജ്യഭീഷണി മുഴക്കുന്നു. ഈ ഭരണമില്ലാത്ത ആം ആദ്മി പാർട്ടിക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും BJPക്ക് മുന്നിൽ എന്ന് തന്നെയാണ് നേരിട്ടുള്ള ചോദ്യം. ഭരണമില്ലാത്ത ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ 10 വർഷം മുന്നേ ആം ആദ്മി പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു 7-8 MLA-മാർ ഞങ്ങളെ വിട്ടുപോകുന്നു. അത്തരത്തിലുള്ള കൊഴിഞ്ഞു പോകേണ്ട ആളുകൾക്ക് മുഴുവൻ കൊഴിഞ്ഞു പോകാനുള്ള ഒരു അവസരമായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ കാണുന്നു. ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന, ഈ ഒരു ആശയത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ മാത്രം ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തി ഞങ്ങൾ തിരികെ വരുമെന്നുള്ള യാതൊരുവിധ സംശയവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊരു അവസരമാണ്. ഞങ്ങൾ തിരികെ വരിക തന്നെ ചെയ്യും.